വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കാരാണ് പരസ്യമായി വിചാരണ ചെയ്യാനുള്ള അധികാരം നൽകിയിട്ടുള്ളത്? നിങ്ങൾ ആരാണ്? പോലീസുകാരാണോ? പോലീസുകാരായെങ്കിൽ പോലും പരസ്യമായി വിചാരണ ചെയ്യാൻ ആർക്കും അനുവാദമില്ല. അവിടെയാണ് കർണാടകയിൽ നിന്നുള്ള ഈ ദൃശ്യം സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഒരു ദൃശ്യം വൈറലാവുകയാണ്. കർണാടകയിലെ കുടകിൽ നിന്നുള്ള ദൃശ്യമാണ്. ആ ദൃശ്യത്തിൽ രണ്ട് പെൺകുട്ടികളുണ്ട്. രണ്ട് പെൺകുട്ടികളും രണ്ട് മതത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ വൈറലാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മുസ്ലിം പെൺകുട്ടിയുടെ ഒരു പർദ്ദയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വീഡിയോയിൽ ഈ മുസ്ലിം പെൺകുട്ടി സംഘപരിവാർ ഭീകരവാദികളുടെ കാല് പിടിക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ വീഡിയോ പ്രചരിപ്പിക്കരുത്. ഒരു കാരണവശാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യരുത് എന്ന് ആ പെൺകുട്ടി കരഞ്ഞു കാല് പിടിച്ച് ജ്യേഷ്ഠനോട് പറയുന്നത് പോലെ, അതായത് ഏട്ട എന്ന് മലയാളത്തിൽ വിളിക്കുന്നത് പോലെ അവരോട് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ അവരത് കേൾക്കുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ വൈറലാക്കുകയും ചെയ്തു. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുസ്ലിം പെൺകുട്ടി പർദ്ദ ധരിച്ചിട്ടുണ്ട്. ഈ പർദ്ദ തന്റെ കൂട്ടുകാരിയായിട്ടുള്ള ഹൈന്ദവ സഹോദരി ചോദിച്ചു എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത്. അങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഈ പെൺകുട്ടി ഈ പർദ്ദ ഈ ഹൈന്ദവ സഹോദരിക്കും കൊടുത്തു എന്നാണ് ഈ സംഘപരിവാർ ഭീകരവാദികൾ പറയുന്നത്. പക്ഷേ അത് ഇട്ടിട്ടുള്ള ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പർദ്ദ എന്ന് പറയുമ്പോൾ സിനിമ സീരിയൽ നടിമാരൊക്കെ ഇടാറുണ്ട്. പലയിടങ്ങളിലും പോകുന്ന സമയത്ത് ഹണി റോസ് അടങ്ങുന്ന അഥവാ ചില മലയാളത്തിലെ തന്നെ സിനിമാ നടികൾ ഇട്ടിട്ടുള്ളതായിട്ട് പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോകളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു പർദ്ദയുടെ പേര് പറഞ്ഞ് നിഷ്കളങ്കതയുള്ള ആ പെൺകുട്ടിയെ എന്തിനാണ് നിങ്ങൾ വേട്ടയാടുന്നത്? വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് കർണാടകയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. കുടകിൽ നിന്ന് പുറത്തു വന്ന ഈ ദൃശ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രണ്ട് സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കർണാടകയിൽ നിന്നും അല്ലാതെയും ശക്തമായ പ്രതിഷേധമാണ് വരുന്നുള്ളത്. കാരണം ഒരു പെൺകുട്ടിയെ വളരെ മാനസികമായും അല്ലാതെയും ഉപദ്രവിക്കുന്ന ഈ ദൃശ്യം വളരെയധികം വേദനിപ്പിക്കുന്നത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.